ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓഡ് ഓർ ഈവൻ നമ്പർ എങ്ങനെ ഏതെങ്കിലും കോഡ് യൂസ് ചെയ്ത് എഴുതാം. ഓക്കെ, സോ ഓഡ് ഓർ ഈവൻ നമ്പർ ഒരു കോഡ് യൂസ് ചെയ്ത് എഴുതുന്നതിന് മുന്നേ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട മെയിൻ ഒരു സംഭവമാണ് എന്താണ് മോഡുലസ് ഓപ്പറേറ്റർ ഓർ മോഡ് ഓപ്പറേറ്റർ. ഓക്കെ, മോഡുലസ് ഓപ്പറേറ്റർ ഓർ മോഡ് ഓപ്പറേറ്റർ. ഓക്കെ, എന്താണ് ഈ മോഡുലസ് ഓപ്പറേറ്റർ? സോ നമുക്കൊരു വാല്യൂ ഉണ്ട്, 10 ആണ് നമ്മുടെ വാല്യൂ. ഓക്കെ, ഈ 10നെ നമ്മളൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചോ. 5 വട്ടം 2 into 5 ആണ് നമുക്ക് 10 കിട്ടുന്നത് അല്ലേ? അപ്പൊ നമുക്ക് 10 കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ 10 ആണ് നമുക്ക് 10നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 വട്ടം ആണ് 10. അപ്പൊ നമ്മുടെ റിമൈൻഡർ എത്രയാണ്? 0. റിമൈൻഡർ ആണ് നമുക്ക് 0. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കേണ്ട റിമൈൻഡർ നമുക്ക് 0. ഓക്കെ, ഇപ്പൊ ഞാൻ 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 into 4 8. റിമൈൻഡർ എത്ര? 2. റിമൈൻഡർ എത്രയാണ്? 2. അടുത്ത ഞാൻ 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര വരും? 7. 14. റിമൈൻഡർ 1. റിമൈൻഡർ 1. അപ്പോൾ മോഡുലസ് ഇതിന്റെ ഉപയോഗം എന്താണ്? ഇപ്പൊ നമ്മളിവിടെ ആദ്യം ഡിവൈഡ് ചെയ്യുക എത്രയാണ്? 10 mod 2 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0. 14 mod 2 റിമൈൻഡർ എത്രയാ? 0. 15 mod 2 റിമൈൻഡർ 1. ഇവിടെ നമ്മൾ എത്ര ഡിവൈഡ് ചെയ്തത്? 10 mod 4 റിമൈൻഡർ 2. റിമൈൻഡർ 2. കാര്യം ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് റിമൈൻഡർ 0 കിട്ടത്തുള്ളൂ. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ഏതെങ്കിലും വേറെ വാല്യൂ കിട്ടും. സോ ഇത് ഈ മോഡ് കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഓഡ് ഓർ ഈവൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഓഡ് ഓർ ഈവൻ എന്താണെന്ന് നോക്കാം. ബേസിക്കലി ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് ഓഡ് എന്താണ് ഈവൻ. പക്ഷെ എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് അതും കൂടെ നോക്കാം. ഓക്കെ, 10നെ ഒരു എന്താണ് ഈവൻ? ഡിവിസിബിൾ ബൈ 2. ഡിവിസിബിൾ ബൈ 2. ഓഡ് എന്താണ്? നോട്ട് ഡിവിസിബിൾ ബൈ 2. നോട്ട് ഡിവിസിബിൾ ബൈ 2. ഇതാണ് ഈവനും ഓഡിന്റെയും. ഇതാണ് ഈവൻ, ഇതാണ് ഓഡ് അല്ലേ? അപ്പൊ നമുക്ക് 10 ആണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തേക്കുന്നത്. 10നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 ആണ്. 2 into 5 equal to 10. അപ്പൊ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 0 കിട്ടി. അത് ഈവൻ നമ്പർ ആണ്. നമുക്ക് 9നെ എടുക്കാം. 9നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4. 8. 1. റിമൈൻഡർ എന്താണ്? 1. അപ്പൊ അതെന്താണ്? ഓഡ് നമ്പർ. ഇപ്പൊ നമുക്ക് വേറൊരു നമ്പർ ഇവിടെ എടുക്കാം. 15. 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 7. 7 into 2 14. നമുക്ക് അതിന്റെ ഏറ്റവും ഡിവിസിബിൾ ആയില്ലെങ്കിൽ നമ്മൾ അതിന്റെ ക്ലോസസ്റ്റ് നമ്പർ എടുത്തിട്ട് ബാക്കി റിമൈൻഡർ എടുക്കുന്നു. 1. ഓടാണ്, റിമൈൻഡർ 1 ആണ്. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് പാറ്റേൺ ആണ് മനസ്സിലായത്? ഏതൊരു നമ്പർ എടുത്താലും n mod 2 ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഈവൻ. n mod 2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഓഡ് അല്ലേ? നമുക്ക് ഈ ഒരു പാറ്റേൺ ഇതിൽ നിന്ന് മനസ്സിലായില്ലേ? ഏതൊരു നമ്പർ എടുത്താലും അത് 2 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് ഈവൻ നമ്പറും, 2 കൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ അത് ഓഡ് നമ്പറും. ഇതാണ് അതിന്റെ പാറ്റേൺ. നമുക്ക് ഇതിന്റെ സൂഡോ കോഡ് എഴുതി നോക്കിയാലോ. ഡെഫിനിഷൻ ഈവൻ ഓർ ഓഡ്. എന്താണ് നമ്മുടെ പാരാമീറ്റർ? നമ്പർ ആണ് നമ്മുടെ പാരാമീറ്റർ. ഓക്കെ, ഇഫ് നമ്മുടെ നമ്പർ %2 ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? പ്രിന്റ് ഈവൻ അല്ലേ? എൽസ് നമുക്ക് വീണ്ടും കണ്ടീഷൻ എഴുതണം. നമുക്ക് 2 കണ്ടീഷനല്ലേ ഉള്ളൂ. ഇഫ് എൽസ്. ഒന്നെങ്കിൽ ഓഡ് അല്ലെങ്കിൽ ഈവൻ. ഒന്നെങ്കിൽ ഈവൻ അല്ലെങ്കിൽ ഓഡ്. നമുക്ക് ഈ ഒരു 2 കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഫ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ. നമുക്ക് ഇഫ് ഇത് അല്ലെങ്കിൽ അടുത്തത്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇഫ് കഴിഞ്ഞിട്ട് +2 ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഈവൻ, അല്ലെങ്കിൽ എന്താണ്? നമുക്ക് ഓഡ്. നമുക്ക് ഇതിനെ ഒന്ന് ട്രൈ റൺ ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഈവൻ ഓർ ഓഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു. ഫംഗ്ഷൻ്റെ അത് നമ്മൾ നമ്പർ 10 ആയിട്ട് അയച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ വാല്യൂ?
ഇവിടെ നമ്മുടെ വാല്യൂ ഇപ്പൊ 10 ആണ്. 10 ആണ്. ഓക്കെ, അപ്പം 10% 2 = 0 ആണോ എന്നാണ് നോക്കണം. നമുക്ക് നോക്കാം. 10 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 അല്ലേ? എന്താ കാണിച്ചേ? 10% നമുക്ക് റിമൈൻഡർ 0 കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ട്രൂ. ഒരു ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ അകത്ത് എന്താണോ എഴുതിയിരിക്കുന്നത് നമ്മുടെ കൺസോളിൽ അത് പ്രിന്റ് ആവും, ഈവൻ എന്ന് പ്രിന്റ് ആവും. അപ്പൊ നമുക്കൊരു ഓഡിന്റെ നോക്കാം. ഓക്കെ, ഓഡ്. അപ്പൊ നമ്മൾ കൊടുത്ത നമ്പർ 17 ആണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയത് 10. നമുക്കിപ്പം ഒരു ഓടല്ലാത്തൊരു നമ്പറിനെ കുറിച്ച് നോക്കാം. 17. അപ്പൊ 17നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 16 1 8 × 2 എന്ന് പറയുമ്പോൾ 16 ആണ് നമ്പർ. ഓക്കെ, 16. അപ്പൊ അതിന്റെ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്കിത് ഇവിടെ വെച്ച് നോക്കി നോക്കാം. നമ്മൾ നേരത്തെ എഴുതിയത് മായ്ക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ നമ്പർ എത്രയാണ്? 17% 2 = 0 ആണോ? നമ്മൾ ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 0 കിട്ടിയ റിമൈൻഡർ ഇല്ല. ഇത് ഫോൾസ് അല്ലേ? ഫോൾസ് ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ട് ഇറങ്ങോ? ഇല്ല, ഇത് നേരെ എൽസിലോട്ട് പോയി ഓടാണെന്ന് പ്രിന്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു ഓഡ് ഓർ ഈവൻ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, കോഡിൽ. അപ്പം ഗൈസ്, നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ please do subscribe my channel, like my videos,